അന്യരായ ശൈഖുനയുടെ കിസ്സകൾ ഇങ്ങനെ പറഞ്ഞു, തുടക്കം മുതലുള്ള പ്രയാസങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ശൈഖുന പറഞ്ഞു, അങ്ങനെയാണ് സാഹിബോരെ എനിക്ക് കിട്ടുന്നത്, സാഹിബുൽ മൗല അഹ്മദ് വലിയുല്ലാഹി തങ്ങളെ എനിക്ക് കിട്ടുന്നത് അവിടെ നിന്നാണ് കിട്ടുന്നത്. എന്നിട്ട് ശൈഖുന പറഞ്ഞു, ഖാജ എനിക്ക് കത്തെഴുതി, ഖാജ എനിക്കിത് ശൈഖുന നേരിട്ട് പറഞ്ഞതാണ്, ഖാജ എനിക്ക് കത്തെഴുതി സാഹിബോരെ കൂടെ കൂട്ടാൻ. അങ്ങനെ ശൈഖുന പറയാണ്, അപ്പോൾ ഞാൻ ഖാജാക്കൊരു തിരിച്ചൊരു കത്തെഴുതിയപ്പോ ഖാജ അതിന് മറുപടി എഴുതി. മറുപടി എങ്ങനെയായിരുന്നു? ഒരുപാട് മഹാന്മാരുമായി ബന്ധമുള്ള ആളാണ് സാഹിബുൽ മൗല, അതുകൊണ്ട് കൂടെ കൂട്ടണം, പരിഗണന നൽകണം. അങ്ങനെ എന്നിട്ട് ശൈഖുന പറഞ്ഞു, ഖാജ അയച്ച കത്ത് ഇവിടെ ഉണ്ട്, ഇന്നും ഇവിടെയുണ്ട് എന്ന് ശൈഖുന പറയാണ്. സാഹിബോരെ കൂടെ കൂട്ടാൻ ഖാജ എനിക്ക് സന്ദേശം അയച്ചതാണ്. സാഹിബുൽ മൗല അഹ്മദ് വലിയുല്ലാഹി തങ്ങളോ അന്ന് പ്രസിദ്ധരായ വടകര മുഹമ്മദ് ഹാജി എന്ന മഹാനവരും അതുപോലെ തന്നെ CM വലിയുല്ലാഹി എന്ന മഹാനവരുമായിട്ട് ബന്ധമുള്ള ഒരു അവസ്ഥയിലായിരുന്ന സമയം അവര് രണ്ടുപേരും ആ കാലത്ത് മശൂറായ ഔലിയാക്കളാണ്. അവരെപ്പോഴും ഇങ്ങനെ പറയും, ഞാലത്തെ മൗലാനെ കുറിച്ച് പറയും, കറുത്ത കുപ്പായം വലിയ മഹാനരാണ് ആര്, CM വലിയുല്ലാഹി എന്നവരും വടകര മുഹമ്മദ് ഹാജി എന്നവരും കറുത്ത കുപ്പായം വലിയ മഹാനരാണ്. ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് കുഞ്ഞിപ്പള്ളിയിൽ മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പഴയ പള്ളി ശരിയാക്കാൻ വേണ്ടി പുനർനിർമ്മാണത്തിന് വേണ്ടി വരുന്നത്. പഴയ പള്ളിയാണ്. പഴയ പള്ളിയായപ്പോ ആളുകൾക്കൊക്കെ അത് പൊളിക്കാനും ഇതിനൊക്കെ ഒരു പേടി, ഭയം. ഇന്നിപ്പോ ഭയമൊന്നുമില്ലല്ലോ. അങ്ങനെ ഭയം വന്നപ്പോ ശംസുൽ ഉലമയെ കൊണ്ടുവന്നു. ശംസുൽ ഉലമയാണ് കുഞ്ഞിപ്പള്ളിയിലെ പഴയ പള്ളിയുടെ ഓട് ഫസ്റ്റ് എടുക്കുന്നത്, ഉദ്ഘാടനം ചെയ്യുക, പള്ളി പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ശംസുൽ ഉലമ മഹാനവറുകളെ അന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ മഖാമി ഇവിടെയുണ്ട് എന്ന് ശംസുൽ ഉലമ നിർണയിച്ചു കൊടുക്കുന്നത്. അവിടെ അങ്ങനെ ഒരു മരങ്ങളൊക്കെ നിറഞ്ഞൊരു ഭാഗം, ആ ഭാഗത്ത് പാമ്പുകളും മറ്റൊക്കെ ആയി കഴിയുന്നൊരവസ്ഥ. അങ്ങനെ അവിടെ വലിയ മരങ്ങളുണ്ട്. അവിടെ ഉറുമ്പുകൾ അരിച്ചു പോകുന്ന സ്ഥലം നോക്കിയിട്ട് ശംസുൽ ഉലമ പറഞ്ഞു കൊടുത്ത്, ഇവിടെയാണ് ഫത്ഹുൽ മുഈന്റെ രചയിതാവ് മഖ്ദൂം തങ്ങളുടെ ഖബർ എന്ന്. അങ്ങനെ വന്നിട്ട് അവിടെ ഇരിക്കുമ്പോ അന്ന് ശംസുൽ ഉലമയുടെ ഒരു രീതി ആളുകളെ അകറ്റി നിർത്തുന്ന രീതിയാണ്. പക്ഷെ സാഹിബുൽ മൗല അഹ്മദ് വലിയുല്ലാഹി മഹാനവറുകളെ അരികിലേക്ക് ചെന്നപ്പോ എടുത്തിട്ട് ചായ കൊടുത്തു. എന്നിട്ട് കണ്യാല മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പറഞ്ഞു കൊടുത്തു. എല്ലാവരും പറയാറുണ്ട് ശംസുൽ ഉലമക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാതൊക്കെ. ചരിത്രങ്ങളിലും മൗലാനെ കുറിച്ചൊക്കെ പലരും തരീഖത്തിന്റെ ചർച്ചകൾ നടത്തുമ്പോ ശരിയായ തരീഖിന്റെ മാർഗം പറയുമ്പോ ഏതോ മാർഗങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാണാം. ഇത് ശംസുൽ ഉലമ വന്യരായ സാഹിബുൽ മൗല അഹ്മദ് വലിയുല്ലാഹി മഹാനവറുകളോട് പറഞ്ഞതാണ്. കറുത്ത കുപ്പായം വലിയ മഹാനരാണ്, ഇങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെയാണ് കണ്യാലത്തെ മൗല തങ്ങളുടെ അരികെ വന്യരായ സാഹിബുൽ മൗല അഹ്മദ് വലിയുല്ലാഹി മഹാനവറുകൾ എത്തുന്നത്. അവിടെ നിന്ന് എത്തി മൗലയിൽ നിന്നാണ് താജുസ്സലാത്തും അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയും മൗലയിൽ നിന്നാണ് ലഭിക്കുന്നത്. സാഹിബുൽ മൗല അഹ്മദ് വലിയുല്ലാഹി തങ്ങൾ മൗലാന്റെ അടുത്തേക്ക് എത്തുമ്പോ ഇവിടെ ഒരു പ്രത്യേക സീന. മൗലാന്റെ രീതി എങ്ങനെയാണല്ലോ, അടിച്ചാട്ടല്ല. ചിലപ്പോ നല്ലോണം, ചിലപ്പോ അടിച്ചാട്ടും, ചിലപ്പോ ചീത്ത വിളിച്ചും ഒക്കെ ഉണ്ടാവും. മൗലാന്റെ രീതി അങ്ങനെ. ചിലപ്പോ തമാശ പറയും. ചെന്ന് നോക്കുമ്പോ മൂല്യന്മാരൊക്കെ കണ്ട ചാടി ഇങ്ങനെ ഓടുന്നതാണ്. എല്ലാരും ഇങ്ങനെ അടിച്ച് പൈപ്പിച്ച. അപ്പൊ അങ്ങനെ ചെന്നപ്പോ പേടിച്ചിട്ട് ചെല്ലണേ, കുട്ടി അവിടെ ഇരുന്നോളിയായിരുന്നു. അവിടെ ഇരുത്തി. എന്നിട്ട് ഇരുത്തിയിട്ട് തിരിച്ച് നാട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. ശേഷം മൗല ഒരു പ്രാവശ്യം വരുമ്പോ മൗല എന്തായി, വന്യരായ ശൈഖുനാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. എന്റെ കുട്ടിയാണ്, അവിടെ ബന്ധം വേണം. അങ്ങനെയാണ് മൗലയാണ് ഇങ്ങോട്ട് എന്താവണത്, ശൈഖുനാന്റെ അരികിലേക്ക് പറഞ്ഞയക്കുന്നത്. ഖാജാന്റെ സന്ദേശവും മൗലാന്റെ വഴിതിരിച്ചുവിടലുമാണ് സാഹിബുൽ മൗല തങ്ങളെ മഹാനായ ശൈഖുനയുടെ അരികിലേക്ക് എത്തുന്നത്. ഞാനോട് നമ്മക്കിപ്പോ എന്താണ് മഹാന്മാര് എന്ന് പറയാൻ കഴിയുമോ? നമുക്കറിയില്ലല്ലോ. ശൈഖുനാനോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് സാഹിബ് അവരെ മനസ്സിലാക്കുക? അപ്പൊ എന്നോട് പറഞ്ഞു, ഖാജയും മൗലയും പോറ്റിയതാണ്. ഇതാണ് ഖാജ കൊണ്ടെന്നാക്കിയ ഖാജ സന്ദേശം അയച്ചു. ബഹുമാനപ്പെട്ട മൗല ഇവിടെ പറഞ്ഞു കൊടുത്തു. അവിടുന്ന് ബന്ധായി. ഇത് ചരിത്രം നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇത് രണ്ടും ഒന്നാണ് എന്ന് മനസ്സിലാക്കും. നമ്മൾ ചിലപ്പോൾ മധു പറയുമ്പോ അവിടെ കുറെ പറഞ്ഞു, ഇവിടെ കുറെ പറഞ്ഞു. ഇതൊക്കെ സത്യത്തിൽ മഹാപൊട്ടത്തരം എന്നതിന് പറയാം. സാഹിബോരെ മദ്ഹ് പറഞ്ഞാൽ അത് വന്യരായ മുത്തുമൗലാന്റെ മദ്ഹാണ്. മുത്തുമൗലാന്റെ മദ്ഹ് പറഞ്ഞാൽ അത് സാഹിബോരുടെ മദ്ഹാണ്. കാരണം ശൈഖുന നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഞങ്ങള് രണ്ടും ഒന്നാണ് എന്നാ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ചോദിക്കാനും പറയാനും നിങ്ങൾക്ക് അർഹതയില്ല എന്ന് ശൈഖുനയാണ് പറഞ്ഞത്. ശൈഖുന പറഞ്ഞതാണ്.
അങ്ങനെ വന്യരായ സാഹിബുൽ മൗല അഹമ്മദ് വലിയുള്ളാഹി തങ്ങളെ അന്നേരത്ത് പാരപ്പടവൊന്നും പോവാൻ കഴിയുന്ന ഒരു സാഹചര്യം അറിയില്ല, പാരപ്പടവ് എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെയാണ് ശൈഖുന കുഞ്ഞിപ്പള്ളിയിലേക്ക് ഒരു ചികിത്സാർത്ഥം വരുന്നത്. അതാ സംഗമത്തിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങളാണ്. അന്നാണ് ഖിദർ നബി അലൈഹിസ്സലാം മഹാനവറുകളെ കൊണ്ടുപോയി ആക്കുന്നത്. അവിടെ വന്യരായ ശൈഖുനയുടെ അരികിലേക്ക് സാഹിബുൽ മൗല അഹമ്മദ് വലിയുള്ളാഹി തങ്ങളെ കൊണ്ടുപോയി ആക്കുന്നത്. അന്ന് ഖിദർ നബിയുണ്ട് കൂടെ. 28 ദിവസം, അങ്ങനെ 28 ദിവസം നിങ്ങൾ 3 പേരും അവിടെ ഉണ്ടായിരുന്നു. ഖിദർ നബിയും സാഹിബുൽ മൗലയും വന്യരായ ശൈഖുനയും കുഞ്ഞിപ്പള്ളിയില്. അവിടുന്ന് ശൈഖുന പറഞ്ഞതാണ്, ആ കിടന്ന കിടപ്പിൽ നിന്നാണ് ജിസ്തിയുടെ അമല് ഞാൻ കൊടുത്തത്. പിന്നീട് ബാക്കിയുള്ള അമലുകളും മൗലാന്റെ ഓർഡർ പ്രകാരം കൊടുത്തത്. നോടിയും ബന്ധാവണം വീണ്ടും. അങ്ങനെ ശൈഖുന അവിടെ 28 ദിവസം നിന്നിട്ട് ആ പിരിയുന്ന അവസ്ഥ സാഹിബുൽ മൗല തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസകരമായ ഒരു അവസ്ഥയായിരുന്നു. കൂടെ കഴിഞ്ഞതിന് ശേഷം ഒരു പിരിച്ചിലിന്റെ അവസ്ഥ. പോകാൻ നേരത്ത് അവിടെ നിന്നും തിരിച്ചു പോകുമ്പോ ശൈഖുന വീട്ടിലേക്ക് ചെന്നു. സാഹിബുൽ മൗല അഹമ്മദ് വലിയുള്ളാഹി മഹാനവറുകളുടെ പിതാവിന് ആ വരവിലാണ് ശൈഖുന അമൽ കൊടുക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന വേണം. ഒരു മശായിഖിന്റെ മുരീദ്, ഒരു മശായിഖ് നമ്മുടെ മശായിഖ് ഒരു മഹാനെ സംബന്ധിച്ച് നമ്മളോട് പറഞ്ഞു തന്നാൽ ആ മഹാനിക്ക് നമ്മൾ ഖാദിമാകണം എന്നുള്ളതാണ് മഹാന്മാര് പറഞ്ഞത്. കുല്ലഹു ഖാദിമന്. മശായിഖ്, നമ്മുടെ ശൈഖ് ഒരു മഹാനെ കുറിച്ച് പറഞ്ഞു തന്നാൽ, മഹാനരാണ് എന്ന് പറഞ്ഞു തന്നാൽ എത്രത്തോളം ശൈഖുന സാഹിബോരുടെ മഖാമ മനസ്സിലാക്കാൻ വേണ്ടി അന്ന് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്. ഞാൻ മൗലാന്റെ അടുക്ക ചെന്നപ്പോ, കണ്യാല മൗലാത്തങ്ങളുടെ അടുക്ക ചെന്നപ്പോ മൗല എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പല നന്മകളും കിട്ടിയത് സാഹിബോരെ കൊണ്ടാണ് എന്ന്. എന്നിട്ട് ശൈഖുന പറഞ്ഞു, ഇവിടെ വരുന്നതും വരാത്തതുമായ ഒരുപാട് മഹാന്മാർ അവിടെ സന്ദർശിക്കുന്നു. മാത്രം കേട്ടല്ല, കൂടെയുള്ള ഫിറോസ് ഉസ്താദും ഇതിന് സാക്ഷിയാണ്. അതുകൊണ്ട് പലപ്പോഴും പല ആളുകളും സ്വന്തം മശായിഖ് ഒരു മഹാന്റെ മദ്ഹ് പറഞ്ഞു തന്നാലേ അവർക്ക് നമ്മൾ ഖാദിമാകണമെന്നുള്ളതാണ് കണക്ക്. കുല്ലഹു ഖാദിമന് ലിതനാല ബിഹി മാനാലഹു. അതിലൂടെയാണ് ശൈഖിലേക്കുള്ള വസീല. വഇയ്യാക, നീ സൂക്ഷിക്കണം, അൻ തഹ്സദഹു, അസൂയ വെക്കണ്ട, അസൂയ അതിൽ വെക്കാൻ പാടില്ല. ഫയർജിഉ ലററു ഹസദിക ഇലൈക, നിന്റെ അസൂയയുടെ പരിണിത ഫലം അത് നിന്നിലേക്ക് തന്നെ മടങ്ങും. വലാ യതദററു ഹുവ ബിമാ ജനൈത അലൈക, നീ നിന്റെ മേൽ അക്രമം ചെയ്തതിന് അവരെന്താവൂല, ഉത്തരവാദിയാകൂല. ശൈഖുന എത്രത്തോളം പരിഗണന നൽകി നമുക്ക് പറഞ്ഞു തന്ന ഒരു വസീലയാണത്. പല ആളുകളും അന്തല്ലാതെ അവിടെ എന്തിനാ പോണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അന്തമില്ലാത്തവനാണ് അവന്. വന്യരായ ശൈഖുന കൊടുക്കുന്ന രീതി, ആ കൊടുക്കുന്ന ബഹുമാനം, ആ കൊടുക്കുന്ന ആദരവ് എത്രത്തോളം പറഞ്ഞു തന്നു. എല്ലാ മജ്‌ലിസിലും എത്രത്തോളം. വയനാടിൽ നിന്ന് അവിടുത്തെ കോളേജിന് കുറ്റിയടിച്ച് ശൈഖുന ഇറങ്ങി വരുമ്പോ സാഹിബോരുടെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം നൽകിയിട്ടുണ്ട്. പറഞ്ഞു തന്നില്ല, എത്ര വട്ടം പറഞ്ഞു തന്നെ നമുക്ക്. അതുകൊണ്ട് രണ്ടും ഒന്നാണ് എന്ന് മനസ്സിലാക്കണം. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അതൊരു ശൈഖും മുരീദും തമ്മിലുള്ള ബന്ധമല്ല, അതൊരു ഖാദിമിന്റെയും മഖ്ദൂമിന്റെയും ബന്ധമല്ല, അതിന്റെയും അപ്പുറത്താണ്, അത് ലയിച്ചു ചേർന്നതാണ്. അതുകൊണ്ടാണ് ശൈഖുന പറഞ്ഞത് രണ്ടും ഒന്നാണ് എന്ന് മനസ്സിലാക്കണം, ഒരു ഞെട്ടിയിൽ വിരിഞ്ഞവരാണ് എന്ന് മനസ്സിലാക്കണമെന്ന് ശൈഖുന നമ്മളെ പഠിപ്പിച്ചത്. ഈ ഒരു പാത എന്നുള്ള ഇങ്ങനത്തെ ഒരു മുറബിയായ ശൈഖുനായ പോലെ ചരിത്രങ്ങളിൽ പരിശോധിച്ചാൽ, ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധ്യമല്ല. ശരീഅത്തിന്റെയും തരീഖത്തിന്റെയും ഹഖീഖത്തിന്റെയും മാർഗം ഒത്തൊരുമിച്ച് ഇങ്ങനെ ഒരു സമൂഹത്തെ ഒരുമിച്ച് കൂട്ടി ഇങ്ങനെയുള്ള ചിട്ടയുള്ളവരാക്കി നല്ല നല്ല ആളുകളാക്കി മാറ്റുന്ന രീതി, ഇങ്ങനത്തെ ഒരു മശായിഖിനെ ലോകത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല. അത് നമുക്ക് മൗല തന്ന ഖനിയാണ്. അത് എവിടെയാണ് നമ്മുടെ മഹബത്ത്, അവിടത്തോടാണ് നമ്മുടെ സ്നേഹം.